വിശുദ്ധ ബൈബിളിൽ ധാരാളം ദമ്പതികളെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് കഴിയും. എന്നാൽ സുവിശേഷ വേല ചെയ്യുന്ന ദമ്പതികളെ അത്യപൂർവമായിട്ടാണ് ബൈബിളിൽ പോലും നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടൊരു ദമ്പതികളെ നമ്മളെടുത്ത് കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹയുടെ ശുശ്രൂഷയിൽ അദ്ദേഹത്തെ കൂടെ നിന്ന് സഹായിച്ച ഒരു അക്വിലായും പ്രിസ്കില്ലായും ഉണ്ട്. ഇതുപോലെ ഈ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുംപറമ്പിൽ അച്ഛനോടൊപ്പം സുവിശേഷ വേലയിൽ അനേക വർഷങ്ങളായിട്ട് സജീവമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതികൾ, പ്രിയ ബഹുമാനപ്പെട്ട ജോയിക്കുട്ടി ബ്രദറും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നന്ദിനി ചേച്ചിയും ഈ ക്രിസ്മസ് ദിനത്തിൽ അവരുടെ കുടുംബജീവിത ദൈവാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുക. രണ്ടുപേർക്കും ഷെക്കേന ടെലിവിഷൻ്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണല്ലോ. ലോകം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരാകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ചില ദൈവാനുഭവങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അതൊക്കെ കേൾക്കാൻ, നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്ന് പങ്കുവച്ചാലും. നമുക്ക് ദൈവം തന്ന ഒരു വിളിയാണ് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കുന്നു, അല്ലെ ഒരു അധ്യാപകനെ കല്യാണം കഴിക്കുന്നു. ഞാൻ സുവിശേഷകനായിരിക്കെ ഒരു സുവിശേഷകയെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസാരത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തെക്കുറിച്ചായിരിക്കും. ശരിക്കും അത് തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കല്യാണം കഴിക്കും, ഒരു അധ്യാപകൻ അധ്യാപികയെ കല്യാണം കഴിക്കുന്നു. ഇത് ലോകത്തിൽ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരു സുവിശേഷ വേലക്കാരന് ഒരു സുവിശേഷ വേലക്കാരിയായിട്ടുള്ള ഭാര്യ, അത് അത്യപൂർവം, കേട്ടുകേൾവി പോലും വളരെ അപൂർവമായിട്ട് അങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവം നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചതുമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ രണ്ടുപേർക്കും ഒരുമിച്ചൊരു ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്? നമ്മുടെ കാഴ്ചപ്പാട് ഒന്നാണല്ലോ, ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സകല മനുഷ്യരെയും നമുക്ക് സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനും. ഞങ്ങൾ പോട്ട ആശ്രമത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ധാരാളം അക്രൈസ്തവ സഹോദരങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. അവിടെ തൊട്ടടുത്ത ഒരു വീട്ടിലെ ഒരു സംഭവം, അല്ലെ, ഒരു വിവാഹത്തിൻ്റെ കാര്യം, അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു പാവപ്പെട്ട ഒരമ്മച്ചി മകനും അവരുടെ മകളും താമസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ മനസ്സിലായപ്പം അമ്മയോട് പറഞ്ഞു, 32 വയസ്സ് കഴിഞ്ഞു മകൾക്ക്, കല്യാണം നടത്തേണ്ട അമ്മച്ചിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഗ്ലാസ് പഞ്ചസാര ചായക്കുള്ള ഒരു പഞ്ചസാര പോലും ഞങ്ങളുടെ കയ്യിലില്ല, പിന്നെ എങ്ങനെ കല്യാണം നടത്തും? അപ്പോൾ നമ്മുടെ വലിയ നോമ്പിൻ്റെ സമയമാണ് അടുത്ത് വരുക. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ എന്തായാലും നോമ്പിനൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടല്ലോ, ഉപവസിക്കും, ത്യാഗങ്ങൾ. ഞങ്ങൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എത്ര പേരെ അമ്മച്ചിക്ക് കല്യാണം വിളിക്കണം? എനിക്കൊരു 100 പേരെയെങ്കിലും വിളിച്ചൊരു സദ്യ നടത്തി മകളുടെ പേര് വിളിച്ചൊരു 2 പവൻ്റെ ആഭരണം മേടിച്ചിടണമെന്നേ ആഗ്രഹമുള്ളെന്ന് അമ്മച്ചി പറഞ്ഞു. ഒരു കല്യാണം വന്ന് നിൽക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു, 40 ദിവസം അങ്ങ് ഉപവസിക്കാം, വെള്ളം മാത്രം കുടിച്ച്. ഞങ്ങൾ രണ്ടുപേരും കൂടെ 40 ദിവസം നിങ്ങൾ രണ്ടുപേരും വെള്ളം മാത്രം കുടിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കും, വെള്ളം മാത്രം കുടിച്ച് ഞങ്ങൾ ഉപവസിച്ചു. ഉപവസിച്ചെന്ന് പറഞ്ഞാൽ അത് അമ്മച്ചിക്കും അറിയാം, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ അറിയാം, അല്ല വേറെ ആർക്കും അറിയത്തില്ല. അങ്ങനെ വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോയിച്ചേട്ടന് 2 ചോറ് കഴിക്കുമല്ലോ ഉച്ചയ്ക്കും രാത്രിയിലേയും, അതുപോലെ എൻ്റെ 2 ചോറ്. അങ്ങനെ വരുമ്പോൾ 40 ദിവസം ആകുമ്പോഴത്തേന് എത്ര ചോറായി ബ്രദറെ? അപ്പോൾ അമ്മച്ചി പറഞ്ഞ് നമ്പറിന് മേളിലെത്തി. പിന്നെ ഞങ്ങളുടെ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അതിൻ്റെ എല്ലാം ഒരു തുക അങ്ങോട്ട് കണക്കാക്കിയിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, കല്യാണം അങ്ങ് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇച്ചിരി സ്വർണ്ണം മറ്റുള്ളവരുടെ കൂടി, അപ്പോൾ അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടി കുറച്ച് സ്വർണ്ണം എടുത്തു. 6-7 പവൻ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പറ്റി. ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. കല്യാണത്തിനുള്ള ആളുകളെ വിളിച്ചു, സദ്യക്കാരനെ വിളിച്ചു. പൈസയൊക്കെ ഞങ്ങളുടെ ഈ ഉപവാസത്തിൻ്റെ പൈസ ആഘോഷമായിട്ട് കല്യാണം നടന്നു എന്ന് മാത്രമല്ല, ഒരു പ്രായമുള്ളൊരു അമ്മച്ചി, ഞാൻ ഓർക്കും ഇപ്പം എൻ്റെ ഭാര്യ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തലയിലോട്ട് കൈ വെച്ചിട്ട്, മോളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു അക്രൈസ്തവ സഹോദരിയാണ്. ആ അമ്മച്ചി ഇങ്ങനെ തലയൊക്കെ വെച്ച് അങ്ങ് അനുഗ്രഹിക്കുക. അനുഗ്രഹം എപ്പോഴും ദൈവത്തിൽ നിന്ന് വരുന്നതാണല്ലോ. തീർച്ചയായിട്ടും
അനുഗ്രഹവും അത് നമുക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ഞങ്ങളോട് നല്ല ബന്ധവും ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പം അവരുടെ സപ്പോർട്ട്, നാട്ടുകാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ഇതൊക്കെ ബ്രദറെ, ഇത് അനേകർക്ക് വലിയ പ്രചോദനമായി തീരും. ഇത് ബ്രദർ ഇത് പറയുമ്പോൾ തന്നെ, നിങ്ങൾ രണ്ടുപേരും ഈ അനുഭവം പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആത്മാവിൻ്റെ സ്പർശനം എനിക്ക് അനുഭവപ്പെടുകയാണ്. നിങ്ങൾ ഒരു 40 ദിവസക്കാലം 2 നേരത്തെയും അല്ല 3 നേരത്തെയും ഭക്ഷണം ഒഴിവാക്കിയിട്ട് ആ പൈസയൊക്കെ മിച്ചം വെച്ച് അതൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഈശോയുടെ കയ്യിലേക്ക് ബാലൻ 5 അപ്പം അങ്ങോട്ട് കൊടുത്തപ്പോൾ ഈശോ അതിനെ വർദ്ധിപ്പിച്ച് ആയിരങ്ങൾക്ക് കൊടുത്തതുപോലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ, അതും വളരെ നല്ല രീതിയിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നടത്താൻ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരെണ്ണം പറയുകയാണെങ്കിൽ, ഒരിക്കലും നമ്മുടെ ഡിവൈൻ ശുശ്രൂഷ എന്നൊരു പാവം ചേട്ടത്തിന്റെ കാല് വയ്യ, പെൺപിള്ളേരാണല്ലേ, തളർന്നു പോയത്. അതിന്റെ മോളുടെ കല്യാണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ല. ആടെ കഴുത്തൊരു ചെറിയ കെട്ടുതാലി, ഒരു ചെറുതാണുള്ളത്, ആ താലി മാത്രം വെച്ചിട്ട് ആ മാല ആ കൊച്ചിന് കൊടുത്തിട്ട് അപ്പോൾ കൊച്ചുമാത്തച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്തെങ്കിൽ എനിക്കും കുറെ പൊട്ടും പൊടിയൊക്കെ ആളുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അച്ഛനെല്ലാവരും എടുത്തു കൊണ്ട് തന്ന് ഞങ്ങള് സഹായിക്കാൻ ഒത്തിരി പാവങ്ങളെയൊക്കെ സഹായിക്കുമല്ലോ. ഞങ്ങൾ ഈ വാസ്തവത്തിൽ ഈ ഡിവൈനിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമുണ്ട് കേട്ടോ. ഈ ആരും ഇല്ലാത്തവരും പോകാൻ ഇടവില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിന്റെ വാതിൽ തുറന്നു കിടക്കുകയെന്ന് പനക്കിലച്ഛൻ എപ്പോഴും പറയുന്നത്. ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് ആർക്കും വരാം, എപ്പോഴും വരാം, ഏത് രാത്രിയിലും വരാം. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു പനക്കിലച്ഛൻ്റെത്. ശരിക്കും ഈ ധ്യാനമൊക്കെ കൂടി കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ഹൃദയവിശാലത നിങ്ങൾക്കുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, കറക്റ്റ്. കാരണം ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ ആ വചനം ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാണ്ട് അങ്ങനെ ആയി പോവുകയാണത്. നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതെ, കറക്റ്റ്. നമുക്ക് ഇത് തന്നെയാണ് ശരിക്കും നവജീവനിലെ തോമസ് ചേട്ടനൊക്കെ പങ്കുവച്ചൊരു കാര്യമാണ്. ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുക, ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക. ഞാൻ രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ സുവിശേഷ വേലക്കാര് പൊതുവെ സാമ്പത്തികമായിട്ട് അവർ അത്ര ഉന്നമനത്തിലൊന്നും അല്ല, എല്ലാവരും അന്നന്നത്തടം കിട്ടുന്ന അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരുടെയും ജീവിതത്തിലൊരു വലിയ പ്രയാസം തന്നെയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്തെങ്കിലും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള അല്ല, സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ആദ്യമേ തന്നെ ശുശ്രൂഷയിലേക്ക് വരുന്ന കാലത്ത്, ഞാനൊരു ഷാപ്പിൽ കള്ള് കച്ചവടം കറി കച്ചവടം നടത്തുന്ന കാലത്താണ് നമ്മൾ വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അത് നിർത്തി നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക ഞെരുക്കും ആ മേഖലയിൽ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കാലഘട്ടത്തിലും ഭയങ്കര ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല നമ്മൾ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഞെരുക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം, അതിനെ അതിജീവിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ദൈവം നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് സാലറി തരുന്നത് അങ്ങാണ്. അങ്ങനെ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞാൽ ഞാൻ സിറിഞ്ചിൻ നീഡിലൊക്കെ വെച്ച് പോകുന്ന ബ്രദറെ. ഇന്ന് അത്ഭുതകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിപാലനം. കടമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ പിള്ളേരെ കെട്ടിക്കുവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞങ്ങളെ ഇപ്പം പല ജ്വല്ലറിക്കാരൊക്കെ ഞങ്ങൾ സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല, എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് പേര് പറയാവോ അവരുടെയൊക്കെ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഉണ്ടല്ലോ, ബോബി സാറിൻ്റെ. അവര് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവര് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി. 2 പ്രാവശ്യം 2 പിള്ളേരുടെ കല്യാണത്തിന് അവർ സ്വർണം തന്നു. കുറച്ച് ഞങ്ങൾ കുറേ പൈസ ഇടും, ഒപ്പം അവരും കൂടെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു അന്നറാണി ജ്വല്ലറി ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ, അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിള്ളേരുടെ കല്യാണമൊക്കെ വരുമ്പോഴത്തേനും അവരും സ്വർണം നിർത്തി തന്നു, നമ്മൾ പൈസ അടച്ചടച്ച് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ. അല്ലാതെ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനാണല്ലോ, ഒരു കൊച്ചു വന്നിട്ട് MBAക്ക് പഠിക്കണം എന്ന് അവൾ പറഞ്ഞത്, അവളുടെ ഡിഗ്രി കഴിഞ്ഞപ്പം. ഞങ്ങൾക്ക് എവിടുന്ന് MBA പഠിപ്പിക്കാൻ കാശ്? ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ ബ്രദറെ. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാനൊരു ദിവസം പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് എനിക്കൊരു കോളേജിൻ്റെ പേരിങ്ങനെ വെളിപ്പെടുത്തി തന്നു, PG കോളേജ്. ഞങ്ങൾ അന്വേഷിച്ചു, ആ കൊച്ചിനോടും പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബ്രദറിന് കേൾക്കണോ, ഇവിടെ ഇരിങ്ങാലക്കുട ഒരു പെൺകുട്ടികളുടെ മാത്രം ഒരു PG കോളേജുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നു. 25,000 രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. പിള്ളേരെ പഠിപ്പിക്കുന്ന കാരണന്മാർക്ക് അറിയാൻ പാടില്ല, PG കോളേജ് ഈ PG കോഴ്സ് MBAക്ക് 25,000 രൂപ മതിയോ? ഞങ്ങളുടെ അതേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. എല്ലാവരും അഡ്മിഷൻ എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് കയറി. ആ ഹാഫ് ഡോർ കയറുമ്പോൾ തന്നെ
അവിടുന്ന് ഒരു പ്രൈസ്തലോടാണ് ഞങ്ങൾ കേട്ടത്. ആ കോളേജിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായ ആ സാറ് ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അദ്ദേഹം പ്രൈസ്തലോട് പറഞ്ഞ് ഞങ്ങളെ വെൽക്കം ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ചെന്നപ്പം അദ്ദേഹം പറയാം, ക്ഷമിക്കണം കേട്ടോ, എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ കൈ കുപ്പാത്തതിന്. എൻ്റെ കാരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ധ്യാനം കൂട്ടിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് കണ്ട് നിങ്ങളെ കണ്ട് പ്രാർത്ഥിച്ച് പോരുക ചെയ്യാറില്ല. ഇതാ എൻ്റെ ഓഫീസ് നിങ്ങൾ എത്തിയിരിക്കുന്നു, എന്താ ചെയ്തു തരണ്ടേ? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അയ്യോ, ഇത്രയും വലിയ കൊച്ച് നിങ്ങൾക്കില്ല. ഞാൻ ദൈവം തന്നൊരു കൊച്ചാ എന്ന് പറഞ്ഞപ്പോൾ ആ സാറ് പറയാം, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഉള്ള കാശ് തന്നാൽ ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ബ്രദറെ, ആ കൊച്ച് MBA പഠിച്ചെന്ന് മാത്രമല്ല, ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയായിരുന്നു അവൾ. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലില്ല, ബാത്റൂം ഇല്ലാത്ത ഒരു കുഞ്ഞു വീടാണ്, ഒറ്റ മുറി വീട്. ആ അപ്പം പറഞ്ഞു, അവസാനം ഞാൻ യേശുവിനെ വിളിച്ച് യേശോ എൻ്റെ വീട്ടിൽ വന്നെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ പിള്ളേരെ കൊണ്ടുവരുന്നത് 2 പെൺപിള്ളേരെ ഞങ്ങളെ അന്വേഷിച്ച് വരുമെന്ന് അറിയാമായിരുന്നു എന്ന്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ അപ്പം പറഞ്ഞ വാക്കാം, ദൈവം എന്നെങ്കിലും ഞങ്ങളെ അന്വേഷിച്ച് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇന്നപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു. അവർ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു, 2 പേരുടെയും വീട്ടിൽ വെച്ച കല്യാണമൊക്കെ കഴിഞ്ഞത്. അങ്ങനെ ദൈവം 2 പെൺപിള്ളേരെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ കെട്ടിച്ചിട്ടത്. ഒരാളെ കല്യാണം കഴിച്ച് നല്ലൊരു സുവിശേഷകനാണ്, ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. ചാരിപ്പറമ്പിലച്ഛൻ്റെയൊക്കെ അവിടെ കണ്ണൂർ, ജോസഫ് എന്നാ പേര്. അതുപോലെ ആ മകള് അവൾ ടീച്ചറായി. ആ ജോസഫിൻ്റെ ഭാര്യ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, വർക്കല ഭാഗത്ത് പഠിപ്പിക്കുന്നു അവള്. നിങ്ങൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട മാത്യു നൈക്കമറമുള്ളച്ഛൻ്റെ കൂട്ടത്തിലാണല്ലോ കൂടുതൽ കാലവും ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജോയ്ക്കട്ടി ബ്രദറിന്റെ ഷേപ്പ് പോലും ഏതാണ്ട് അച്ഛൻ്റെ കൂടെ നടന്ന് അങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും ഞാനിങ്ങനെ ജൂബയ്ക്കട്ടെ, ജൂബ ഇങ്ങനെ കൊച്ചുമാച്ചനൊക്കെ പ്രോത്സാഹിപ്പിച്ചു ജൂബ ഇടാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ പറയുന്ന അച്ഛൻ്റെ കൂടെയുള്ള സിസ്റ്റർ, അച്ഛൻ എങ്ങോട്ടാന്ന് ചോദിച്ചേ. അപ്പോൾ തിരിഞ്ഞു പോയപ്പോൾ ഞാനാ, ഓ ജോയ്ക്കുട്ടി മാത്തച്ഛൻ്റെ രൂപമൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഈ നായ്ക്കമറമുള്ളച്ഛൻ്റെ കൂടെ നടക്കുമ്പോഴേ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദൈവാനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നായ്ക്കമറമുള്ളച്ഛൻ്റെ കൂടത്തിൽ നടന്ന ആ ശുശ്രൂഷ കാലയളവിലെ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട അനുഭവം പറഞ്ഞാൽ, ഒരു ദിവസം കൺവെൻഷന് പോയപ്പോൾ അച്ഛൻ്റെ വലിയ മുറിയിലെ പലപ്പോഴും ചിലപ്പോൾ ഒരു മുറിയിൽ കിടക്കേണ്ട സാഹചര്യം കെട്ടിലേക്ക് കിട്ടാറുണ്ട്. അച്ഛനെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമില്ല, രാത്രി എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോൾ നോക്കിയാലും ഉറക്കത്തിലും പ്രാർത്ഥന, ഉണരുമ്പോഴും പ്രാർത്ഥന. അപ്പം നമ്മൾ മുട്ടുകുത്തി രാത്രി പ്രാർത്ഥിച്ചു പോയി. ഭയങ്കര ഒരു ദൈവാനുഭവമാണ് നമുക്ക്. പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉള്ളവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അതെ, അച്ഛന് അന്നത്തെ ആ സ്പിരിറ്റ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്പിരിറ്റ്, ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, അൽമായരെ വളർത്താൻ. അതുപോലെ ധാരാളം അൽമായ ശുശ്രൂഷകരെ സ്റ്റേജിലേക്ക് പറഞ്ഞു വിട്ടത് നായ്ക്കമറമുള്ളച്ഛനും പനക്കലച്ഛനും ഒക്കെയാണ്. ധാരാളം അൽമായർക്ക് വേദിയിൽ അവസരം ഉണ്ടായത്. ഇഷ്ടംപോലെ ശുശ്രൂഷകൾ, ഡിവൈനിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റേജുകളായിരുന്നല്ലോ അന്ന്. ധാരാളം ശുശ്രൂഷകൾ, പുറത്ത് കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ, അങ്ങനെ അൽമായർക്ക് ഒരു ഭയങ്കര ഒരു പ്രോത്സാഹനമായി നായ്ക്കമറമുള്ളച്ഛനും പനക്കലച്ഛനും നൽകിയിട്ടുണ്ട്. അതെ അതെ അതെ, പോട്ടാ ഡിവൈൻ മിനിസ്ട്രി നമുക്ക് കിട്ടിയിരിക്കുന്ന അങ്ങനെ ഒരു ചെയ്തു തന്നിട്ടുണ്ട്. ബ്രദറെ, പൊതുവിൽ ഈ അൽമായ ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ ഒരു 2ാം കിടക്കാരാണ് എന്നുള്ള ഒരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങൾ? നമ്മൾക്ക് അങ്ങനെ ശുശ്രൂഷ മേഖലയിൽ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളില്ല. എന്നാലും ഇങ്ങനെ അൽമാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ഞങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എപ്പോഴും അച്ഛന്മാരുടെ കൂടെ ആയിരുന്നു, അവർ പറയുന്നത് കേട്ട് അനുസരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളില്ല. കാരണം നമ്മൾ നായ്ക്കമറമുള്ളച്ഛൻ്റെ കൂടെ, അല്ലെങ്കിൽ പനക്കലച്ഛൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ കൊച്ചുമാത്തച്ഛൻ്റെ ശുശ്രൂഷ, ചെറിയവിളച്ഛൻ്റെ ശുശ്രൂഷ, അങ്ങനെ ഡിവൈൻ പോട്ടയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വിൻസെൻഷൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയാണല്ലോ ഞങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശുശ്രൂഷ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പോട്ടത്തിനെന്ന് ചിലപ്പം ചില അച്ഛന്മാരൊക്കെ പറയാറുണ്ട്, നീ വിൻസെൻഷൻ പോലെ ആയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഈ നമ്മുടെ രൂപത അധികാരികളിൽ നിന്നൊക്കെ ശുശ്രൂഷ രംഗത്ത് നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? രൂപത എന്നല്ല, നമുക്ക് അല്ലെങ്കിൽ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടോ? പ്രോത്സാഹനം രൂപത നമുക്ക് എല്ലാ തലത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. രൂപത എനിക്ക് ആരംഭകാലം മുതൽ, ഞാൻ പാലാ രൂപതക്കാരനായിരുന്നു. പാലായിൽ നിന്ന് പിതാവ് എനിക്ക് പ്രാർത്ഥനയിലേക്ക് വന്ന കാലത്ത് വഴിയിലൂടെ നടന്ന് സുവിശേഷം പ്രസംഗിക്കണമെന്നൊരു തീഷ്ണത. ഈ തീ പിടിച്ചവരെന്നുള്ള ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഒരു തീ പിടിച്ചാൽ നമ്മൾ എങ്ങനെയാവും? അത് സത്യമാണത്. ആ പേര് തന്നെ, ഇതിൻ്റെ പേര് തന്നെ വളരെ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. തോന്നി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ചിന്തിച്ചപ്പോൾ.
അപ്പോൾ അങ്ങനെ പാലാ പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവ് എനിക്ക് വഴിയിലൂടെ നടന്ന് സുവിശേഷം പ്രസംഗിക്കണമെന്നൊരു ആഗ്രഹം. പിതാവ് കുറച്ചേരം എൻ്റെ നോക്കി. പള്ളിക്കപ്പുറം പിതാവാണ്, തെരുവ് പ്രസംഗകനാണ്. തെരുവ് പ്രസംഗനാണ്. സാധാരണ ബന്ധുക്കോസുകാരാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അന്നൊന്നും അങ്ങനെ അന്നെന്തിന് കത്തോലിക്കർ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എന്തിന് പോട്ടയെന്നൊരു പള്ളി വന്ന് കൈയടിച്ച് പാടാനായിട്ട് അനുവാദം ഇല്ലാത്ത കാലഘട്ടം, അങ്ങനെ ചെയ്യരുത്, കൈയടിച്ച് പാടരുതെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഭയങ്കര എതിർപ്പുള്ള, പോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടയിൽ പോകുന്നവർക്കൊക്കെ വട്ടാന്ന് പറയുന്ന കാലഘട്ടം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പിതാവിൻ്റെ പ്രോത്സാഹനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവ് എനിക്കിങ്ങനെ വഴിയിലൂടെ നടന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിതാവിനോട് പറയാം, നീ ഇങ്ങനെ തീഷ്ണത കൊണ്ട് ഇറങ്ങി പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആരും നിന്നെ കേട്ടില്ല എന്ന് വരാം, നിന്നെ ശ്രവിച്ചില്ല എന്ന് വരാം, നിന്നെ പരിഗണിച്ചില്ല എന്ന് വരാം. അപ്പോഴും നീ സുവിശേഷം നിർത്തരുത്, നീ പ്രസംഗിച്ച് മുന്നോട്ട് പോകണമെന്ന്. അതെനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു. പല രൂപതയുടെ അഭിനന്ദ പിതാവായിരുന്ന പള്ളിക്കപ്പുറം പിതാവിന്റെ വാക്കുകളാണിത്. നീ തെരുവിൽ കൂടെ നടന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആരും നിന്നെ കേട്ടില്ലെങ്കിലും നീ അതിൽ വിഷമിക്കണ്ട, നീ തുടരുക, പ്രസംഗിച്ച് മുന്നോട്ട് പോകണം. അതെനിക്ക് എല്ലാ കാലത്തും വലിയ പ്രോത്സാഹനമായി. എന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുമല്ലേ, ആ വാക്ക് കിടക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ സ്വീകരിച്ചില്ലെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കൈയടിച്ചില്ലെങ്കിലും ഒന്നും നമുക്ക് പ്രശ്നമല്ല. പിന്നെ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേദിക്ക് പ്രശ്നമല്ല, തെരുവ് കിടക്കുമല്ലേ. തെരുവിൽ നിന്നാണല്ലോ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തെരുവ് എല്ലാ കാലത്തും കിടക്കുന്നുണ്ട്. സുവിശേഷ പ്രസംഗത്തിന് വേദികൾ ഇഷ്ടം പോലെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ധ്യാനമന്ദിരങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് കുറേ കാലം ചെയ്ത് കഴിയുമ്പം അവിടുന്ന് വല്ലതും വേറെ സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ട് വരുമ്പോൾ അവർ സങ്കടപ്പെടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കടപ്പെടേണ്ട കാര്യമില്ല മേഖലയിൽ. നമ്മളിതിനെ സങ്കടപ്പെടുന്ന ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. പിന്നെ വേറെ ചില ആളുകൾ കാണുന്നതിനെന്തറിയോ, ഒരു ധ്യാനമന്ദിരത്തിൽ നേരെങ്കിലും ഒരു സുവിശേഷം ദൈവവിളി ഇട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കോ മറ്റേതെങ്കിലും ധ്യാനമന്ദിരത്തിലേക്കോ മാറിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നതിനെന്തറിയോ, എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് മാറിയതാണ്, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തോ വിഷയം ഉണ്ടാക്കിയിട്ട് മാറ്റിയത്. അങ്ങനെയല്ല വാസ്തവത്തിൽ അത് ദൈവവിളിയുടെ ഭാഗമാണത്. ഒരാൾ എത്ര കാലം ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യണം, വേറെ സ്ഥലത്തേക്ക് പോകണം, അതൊക്കെ ദൈവം നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് സാഹചര്യത്തിലും എവിടെയും ശുശ്രൂഷ ചെയ്യാനായിട്ട്. വാസ്തവത്തിൽ നമ്മളത് കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന വഴികളാണ്. തീർച്ചയായിട്ടും നമ്മളെ ആരും ഒഴിവാക്കുന്നതായിട്ട് കാണുന്നത് ശരിയല്ല. ഈ നിങ്ങൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും? കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ ചോദിച്ചല്ലേ ഞങ്ങളോട്, നിങ്ങളോട് സെപ്പറേറ്റ് തന്നെ ചോദിച്ചതാണ്. ഈഗോ ക്ലാഷിനെ ഞാൻ പറഞ്ഞില്ല, ഈഗോ ക്ലാഷിന്റെ പ്രശ്നമില്ല. ജോയിച്ചേട്ടനെ വിളിക്കുന്നിടത്ത് മാത്രം ജോയിച്ചേട്ടൻ പോവുള്ളൂ, ഞാൻ പോകുകയല്ല കൂടെ. ഭർത്താവ് പോകുന്നിടത്തൊക്കെ ഭാര്യ പോയി സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സപ്പോർട്ടിങ് പറയണം. അപ്പം എനിക്ക് വേറെ ശുശ്രൂഷ ഉണ്ടാകും. ഞാൻ ഇന്ന് വരെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജോയിച്ചേട്ടനെ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാറില്ല. കാരണം ഞാനും സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ സുവിശേഷം പ്രസംഗം നടത്തി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ദൈവാനുഗ്രഹത്തിൽ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അതുകൊണ്ട് തന്നെ ആളെ വിളിക്കുന്ന ഒരു സ്ഥലത്തും പോകുകയല്ല. പകരത്തിനാണെങ്കിൽ പോലും, ആളുടെ പകരത്തിനാണെങ്കിൽ പോലും പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് തന്നെ സ്ഥിരമായിട്ട് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവം അങ്ങനെ നയിച്ച നോർത്തിലൊക്കെ പോയി. പിന്നെ ഞാൻ കാലത്തൊക്കെ അങ്ങനെ നമ്മുടെ തലശ്ശേരി രൂപതയിലെ ബഹുമാനപ്പെട്ട മാത്യു ആശാരിപ്പറമ്പിലച്ഛൻ മദർ ഹോം ധ്യാനമന്ദിരത്തിന്റെ ഡയറക്ടർ അച്ഛൻ ആ ധ്യാനമന്ദിരം തുടങ്ങിയപ്പോഴേ ഞങ്ങളെ വിളിച്ചു. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനോട് തന്നെ പറഞ്ഞു, അച്ഛാ ഇവർ രണ്ടുപേരും ഒന്ന് വിട്ടു തരുമായിരുന്നു, ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ എല്ലാ ആഴ്ചയിലും ഞാൻ പോയി അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യും. ചോദിച്ചേട്ടൻ്റെ ഡിവൈൻ ശുശ്രൂഷ ഉണ്ടല്ലോ. അപ്പം ഞാൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി മദർ ഹോമിൽ പോകും. അപ്പോൾ പുറത്തുള്ള കൺവെൻഷൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പോകും. ഒരു പ്രാവശ്യം രാജസ്ഥാനിൽ CST അച്ഛന്മാരുടെയും FCC സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം വന്നപ്പോൾ മാത്യച്ഛൻ്റെ കൂട്ടത്തിൽ ഞാനാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് അച്ഛൻ വേറെ ആ CST അച്ഛന്മാരുടെ ധ്യാനം പിന്നെയും കണ്ടിന്യൂ ചെയ്യാനുള്ളതുകൊണ്ട് അച്ഛൻ അവിടെ നിന്നു, ഞാൻ മാത്രം തിരിച്ചു വന്നു. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ, ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ടുണ്ട്. ഈ വിശുദ്ധ നാടുകളിൽ പോകാൻ അവസരം ലഭിച്ചിരുന്നു? വിശുദ്ധനാട്ടിൽ പോകാൻ അവസരം ലഭിച്ചു. അതെങ്ങനെയായിരുന്നു? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിഡ്നി കൊടുത്തിരിക്കുന്ന അവസരത്തിൽ ഒരു കുടുംബം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധനാട്ടിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയിച്ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധനാട്ടിൽ പോകണമെന്ന്. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ വിശുദ്ധനാടിൻ്റെ വലിയ പ്രസക്തിയൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. എന്നാലും അവർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞു പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ പോകാനുള്ള കാശൊന്നും ഞങ്ങൾക്കില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വിശുദ്ധനാട്ടിൽ പോകണം, ഞങ്ങൾ ഇത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. പള്ളിക്കാമൽ കുടുംബാംഗ, അദ്ദേഹത്തിൻ്റെ പേര് ടോം എന്ന. അദ്ദേഹം ഞങ്ങളെ സ്പോൺസർ ചെയ്തു. അതിന് ഭാര്യ ഡേസിയും കൂടെ ഞങ്ങളെ സ്പോൺസർ ചെയ്തു. ഒന്നൊന്നുമല്ല, ഒരുപാട് പേര് അഡ്രസ് ഇല്ലാതെ പേരില്ലാതെ പത്രത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കിഡ്നി കൊടുത്തു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അതെ, ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഒരു സമ്മാനം, അങ്ങനെ അവര് പറഞ്ഞത്, നിങ്ങളെ ഒന്ന് വിശുദ്ധനാട്ടിൽ വിടണം, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളെ സ്പോൺസർ ചെയ്തു. എല്ലാ പൈസ അവര് തന്നെ മുടക്കി. 5 പൈസയുടെ മുടക്കില്ല. കിഡ്നി കൊടുത്ത
ദൈവത്തിന്റെ ഒരു സമ്മാനം അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കിട്ടിയത് വാസ്തവത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോ ജനിച്ച് നടന്ന ബൈബിള് കാണാൻ, നമ്മൾ ബൈബിള് വായിക്കുകയാണ്, നമുക്ക് നേരിട്ട് കാണാൻ ജെറുസലേം, കഫർനാം, ബത്ലഹേം എന്നെഴുതിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അതുമാത്രമല്ല ബ്രദറെ, അവിടെയൊക്കെ ചെന്നപ്പോൾ ഒരു സ്പെഷ്യൽ അനുഭവം ഞാൻ പറയുക. ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ കൂടെ 4 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പം ഈശോ കുരിശി മരിച്ച സ്ഥലത്തെത്തി, അവിടെ കുർബാനയും കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഈശോ കബറടക്കിയെടുത്തെത്തിയപ്പോൾ അവിടുത്തെ സാക്രിസ്റ്റിൻ ഇങ്ങനെ അന്വേഷിച്ച് വരും ആ ഗ്രൂപ്പിനെ. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും. ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടുവന്ന് ഞാൻ സമർപ്പിച്ചായിരുന്നു ആ കുരിശിൻ്റെ അവിടെ കൊന്തകളുമൊക്കെ. അങ്ങനെ ആ സാക്രിസ്റ്റിൻ വന്നിങ്ങനെ നോക്കുക, 7 രാജ്യം നിൽപ്പുണ്ട്, 7 രാജ്യത്തിൻ്റെ പതാക പിടിച്ച് ആളുകൾ. ഞങ്ങളുടെ ഇന്ത്യയുടെ നമ്മുടെ പതാക കണ്ട് അയാൾ വന്നു, ആ ഗ്രൂപ്പിൽ പോയി. ഞങ്ങൾ 10-32 പേരാണ്. അയാൾ എൻ്റെ നേരെ എടുത്തു വന്നു. എന്നിട്ട് പറയുക, എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല, എങ്കിലും അദ്ദേഹത്തിന് അറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, നീ എൻ്റെ സഹോദരിയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് എനിക്ക് തോന്നുക, എൻ്റെ ഉള്ളിൽ പറയുവാന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു കയ്യെ കെട്ടുന്നൊരു സംഭവം അവിടെ നിന്ന് അദ്ദേഹം വാങ്ങിച്ചത് ഒരു ടിന്നിലാക്കി എല്ലാവരെയും കാണുക എനിക്ക് തന്നു. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണുകയോ ചിരിക്കുകയോ സംസാരിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ സാക്രിസ്റ്റിന അച്ഛന്മാരും പറഞ്ഞു അവിടെ കുർബാനയ്ക്കൊക്കെ സഹായിച്ചത് അയാളാണ്, ആ രാജ്യക്കാരനാണ്, നമ്മളുമായിട്ടൊരു ബന്ധമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഞങ്ങളോട് എന്തോ പ്രത്യേക സ്നേഹം. അദ്ദേഹം പറഞ്ഞു, നീ ബ്ലസ്ഡ് ആണ്, ഞാൻ അവിടെ നിന്നെ അന്വേഷിച്ചു വന്നേ, എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ വരുവാണെന്ന്. അങ്ങനെയൊക്കെ അനുഭവമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. നിങ്ങളുടെ ശുശ്രൂഷകളിൽ പരസ്പരം നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുകയും എന്തെങ്കിലും പാളിച്ചകളൊക്കെ കണ്ടാൽ അത് തിരുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടോ? അങ്ങോട്ടും ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കഴിയുമ്പോൾ പറഞ്ഞു തരും. ഭാവി പറയുമ്പോൾ എന്താണെങ്കിലും കഴിയുമ്പോൾ പറഞ്ഞു തരും. അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോകാറുള്ളത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു, പിന്നെ ഞങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തിൽ റിവീൽ മീഡിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി. അതിനകത്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ അങ്ങനെ നല്ലതൊക്കെ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പം നമുക്ക് ഈ കൊറോണയുടെ കാലഘട്ടമായതുകൊണ്ട് ഈ സ്റ്റേജ് ശുശ്രൂഷകളൊന്നും തന്നെ ആർക്കും ഇല്ലല്ലോ. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷകളൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന മാനസിക രോഗികളായിട്ടുള്ളവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതെ, നമുക്ക് കൊടകര നമുക്കൊരു സെൻ്റർ ഉള്ളത്, നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്ത ആൾ തന്നെയാണ്, ഒരു ജാൻസി എന്ന് പറഞ്ഞ സിസ്റ്ററാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ഞങ്ങളാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആളിൻ്റെ ട്രസ്റ്റീസ് ഒക്കെയാണ്. അപ്പം ഈ കൊറോണ കാലഘട്ടത്തിൽ ആരും അങ്ങോട്ട് വരുന്നില്ലല്ലോ. വരാതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കിട്ടുന്ന പൈസയൊക്കെ കളക്ട് ചെയ്തും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരണം ആർക്കും വരാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നല്ല ഞെരുക്കം ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. അപ്പം ഞങ്ങൾക്കും ഞെരുക്കമുണ്ട്, അവർക്കും ഞെരുക്കമുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും. അങ്ങനെ ഞങ്ങളവിടെ എത്തിച്ചു കൊടുക്കും. ചെന്ന് കാണാൻ പറ്റിയല്ലോ, ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ പോലീസുകാർ വളരെ നന്നായിട്ട് സഹായിച്ചു കേട്ടോ. എമാനുവൽ ക്രബെ, ഇപ്പം കൊടകര SI ഒക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആളുകളാണ്. നന്നായിട്ട് എല്ലാവരും, പച്ചക്കറി കടക്കാരൊക്കെയാണെങ്കിൽ നമ്മളെ സഹായിക്കും, സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് വരും. ആരെയും അങ്ങനെ സന്ദർശകരൊന്നും ഇല്ലാത്തത് കൊണ്ട്. അവിടെ ഇപ്പോൾ അന്തേവാസികളായിട്ട് എത്ര പേരുണ്ട്? 48 പേരുണ്ട്. 48 പേരും. ഇപ്പൊ ഈ ഇടെ ഒരാൾ മരിച്ചു പോയി. വഴിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണത്. കുറ്റിക്കലച്ഛൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉണ്ടായിരുന്നു ഒരാളത്ത്. പിന്നെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത്തരം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വഴിയിലൂടെ നടക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്താനും അവരുടെ വാസ്തവത്തിൽ ബ്രദറെ, പലർക്കും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. നിങ്ങളെ ഡിവൈൻ്റെ സ്റ്റേജിൽ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പലരും നമ്മുടെ ഈ തീപിടിച്ചവർ ശുശ്രൂഷയുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പലർക്കും സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്നോട് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ച് നമ്മളെ തീ പിടിച്ച് കണ്ടതിന് ശേഷം ചേച്ചി പറയും, ഞാൻ ചാലക്കുടിക്കാരിയാണ്, ബാംഗ്ലൂരാണ് ഞാൻ, ബ്രദറൊക്കെ സ്റ്റേജ് എന്ന് വചനം പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇന്ന് വരെ പ്രസംഗിച്ച് ഒരിടത്തും ഞങ്ങൾ അങ്ങനെ പറയാറില്ല. ഇങ്ങനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് പ്രസംഗം ഏത് വിഷയം പറയുന്നോ ആ വിഷയം അങ്ങ് പ്രസംഗിച്ച് പോകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാറ്. കാരണം നമ്മൾ വചനം പ്രസംഗിക്കാൻ കരുതുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികം പറയേണ്ട കാര്യമില്ല, യേശു ചെയ്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു രീതി തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ഒത്തിരി പറയാറൊന്നുമില്ല. ചില ഇൻസിഡൻസ് ചില സാഹചര്യത്തിനനുസരിച്ച് പറയേണ്ടി വന്നാൽ ഞാൻ പറയും. ജോയിച്ചേട്ടൻ്റെ രീതിയിലുള്ള പ്രസംഗം അങ്ങനെയാണല്ലോ, ഞങ്ങൾ രണ്ടുപേരും 2 രീതിയിലല്ലേ പ്രസംഗം. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു പറയാറ്. അതുകൊണ്ട് ഇപ്പം ഈ തീ പിടിച്ചവരുടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ
അയ്യോ നന്ദിനി ചേച്ചി ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്ന് വിളിച്ച് എൻ്റെ നാട്ടിൽ നിന്നാണേലും പോലും പലരും വിളിച്ച് എന്നോട് പറയുക. അത് നിങ്ങൾക്കതൊരു വലിയ പ്രോത്സാഹനം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. ഈ കൊറോണയുടെ ഈ സമയം മൊത്തം എല്ലാവരെയും, പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗത്തും സഭാപരവും എല്ലാം വളരെ ഒരു സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ. ഇപ്പോൾ തുടർന്ന് വരുന്ന ഒരു ഈ കോവിഡ് അനന്തര ഒരു കാലഘട്ടം ഉണ്ടല്ലോ എന്നാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ പ്രത്യാശയോടെ അതിനെ നോക്കി പാർക്കുകയാണ്. അപ്പോൾ മുൻപോട്ടുള്ള ശുശ്രൂഷ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പുതിയതായ എന്തെങ്കിലും ഒരു ദർശനം പ്രാപിക്കാനോ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാനോ ഒക്കെ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ഫ്രീ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ടൈം ഒട്ടും പോലും ഫ്രീ ഇല്ലായിരുന്നു. ഞങ്ങൾ എന്നും എൻഗേജഡ് ആയിരുന്നു ഞങ്ങള്. അപ്പൊ ഇനിയുള്ള കാലങ്ങളില് കുറെ കൂടെ ഇടവക വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ നടവരമ്പ് അച്ഛൻ, ഞങ്ങളുടെ ഇടവക വികാരി, തച്ചുടപ്പറമ്പ് ഇടവകയാണ്. അപ്പോൾ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല സ്പിരിച്വാലിറ്റി ഉള്ള അച്ഛനാണ്. നന്നായിട്ട് ദൈവം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളിങ്ങനെ ആത്മീയമായ നമുക്കൊരു ധ്യാനം പ്രാർത്ഥനയൊക്കെ വെക്കേണ്ട അച്ഛന്ന് പറഞ്ഞപ്പോൾ പള്ളി വെച്ച് തന്നെ ഞങ്ങൾക്കതെല്ലാം ഷൂട്ട് ചെയ്യാനും, ഇപ്പോൾ ഓമാനിലേക്ക് അവിടേക്കൊക്കെ ഞങ്ങൾ സൂം മീറ്റിങ്ങിലൂടെ ധ്യാനം നടത്തിയായിരുന്നു വിദേശ രാജ്യത്തിനൊക്കെ വേണ്ടി. അച്ഛൻ പറയുന്നത് പള്ളി വെച്ച് ചെയ്തു, ഒരു കുഴപ്പമില്ല, വൈഫൈ ഒക്കെ പള്ളിക്കുണ്ടല്ലോ, നമ്മുടെ പള്ളിയിൽ നിന്ന് ധ്യാനം നടത്തിക്കും. അച്ഛനാണേലും കുർബാന ചെല്ലും, ആരാധന എഴുന്നള്ളി വെച്ച് വയ്ക്കും, ധ്യാനത്തിൽ സഹായിക്കും. അപ്പം നമ്മൾ സാധാരണ കൊറോണ ഇല്ലാത്തപ്പോൾ ധ്യാനം നടത്തിയില്ലേ, അതേ എഫക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. തുടർന്ന് നമ്മൾ സുവിശേഷ വേലയിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് ഒപ്പം തന്നെ ഈ ജീവകാരുണ്യ ശുശ്രൂഷകളും ഒക്കെ ചെയ്ത് കർത്താവിന് സാക്ഷ്യം വഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ നല്ല തീരുമാനം അല്ലേ? അതെ അതെ. ഇടവക കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേ, കൊറോണ കാലഘട്ടം കഴിഞ്ഞാൽ ഇടവക ധ്യാനങ്ങളൊക്കെ കൂടുതലുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇടവക കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകൾക്കെല്ലാം ഒരു താല്പര്യം ഇപ്പം വീണ്ടും കുർബാനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആണെങ്കിലും ആളുകൾക്ക് ഒത്തിരി താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ കുർബാനയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്രിസ്മസിന്റെ ഈ നല്ല ദിവസത്തില് നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ അന്ന് മുതൽ എന്നും നമുക്കൊരു ക്രിസ്മസ് ആണ്. എന്നും ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ള ഒരു അനുഭവമാണ് നമുക്ക്. ഡിസംബർ 25-ാം തീയതി മാത്രമല്ല, ഭൗതികമായ ചില ആഘോഷങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല. എന്നും ക്രിസ്മസ് ആണ് നമുക്ക്. എന്നും ഈശോയുടെ വചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമ്മൾ നയിച്ചു പോകുന്നു. ഈശോയുടെ വചനവുമായിട്ട് ഒരുമിച്ച് പോകില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നും ഒരു ക്രിസ്മസിന്റെ ഒരു അനുഭവം നമുക്കുണ്ട്. എന്നും ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ക്രിസ്തുവിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമുള്ള ഒരു ആഘോഷമല്ല. പണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നതായിരുന്നു ക്രിസ്മസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർഷം എന്ന് പറയുന്നത്, മാസം എന്ന് പറയുന്നത് ഡിസംബറാണ്. ക്രിസ്മസ് ആണ്. വീട്ടിലെ പുൽക്കൂട് കെട്ടുന്നു, വലിയ ആഘോഷം. അമ്മച്ചിയാണ് അതിന് നല്ല, എൻ്റെ അമ്മച്ചി അടുത്താൽ മരിച്ചുപോയി. അപ്പോൾ അമ്മച്ചിയാണ് പുൽക്കൂട് കെട്ടാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നില്ല. അങ്ങനെ പുൽക്കൂടൊരു ആഘോഷമായിരുന്നു. നക്ഷത്രം, കരോള്, ഉണ്ണീശോയെ പിടിച്ചുകൊണ്ടുള്ള യാത്ര. ഏറ്റവും ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും കൂടെയുള്ളവരൊക്കെ ഉണ്ണീശോയെ എടുത്ത് മടുക്കുമല്ലോ, ഉറക്കമൊക്കെ വരും. അപ്പോൾ എനിക്ക് ഉണ്ണീശോയെ കിട്ടും. പിന്നെ ഉണ്ണീശോയെ കിട്ടിക്കഴിഞ്ഞാൽ നേരം വിളക്കുന്നതോടെ ഞാനിങ്ങനെ വർഷത്തിലൊരിക്കൽ മാത്രം ആഘോഷം. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഈശോയെ കയ്യിലെടുക്കുക. എന്നും ഈശോയെ കയ്യിലെടുക്കുന്നു. ആ കുർബാനയോടുള്ള ആ ബന്ധം, അതുപോലെ തന്നെ ഈശോയെ കുറിച്ചുള്ള ഒരാനന്ദം. വാസ്തവത്തിൽ ക്രിസ്തു എന്നും നമ്മുടെ ഉള്ളിൽ ജനിച്ച് ആ ജനനം, ക്രിസ്തു ഒരിക്കലും മരിക്കാതിരിക്കുന്നതല്ല. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഒരിക്കലും മരിക്കരുത്. എന്നും ക്രിസ്തു ജനിച്ച് ഓരോ ദിവസവും ആ ക്രിസ്തു ദൈവാനുഭവം എല്ലാ ദിവസവും ഉണ്ടാകണം. ഓരോ ദിവസവും കർത്താവിന്റെ സ്നേഹം പുതിയതാണല്ലോ. ജോയ്ക്കുട്ടി ബ്രദർ നമുക്ക് നൽകുന്ന ആ വളരെ വിലപ്പെട്ട ഒരു സന്ദേശം, ക്രിസ്മസ് വർഷത്തിലൊരിക്കൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാ ദിവസവും ഈശോ നമ്മുടെ ഉള്ളിൽ പിറക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ എന്നും നമുക്ക് ഈശോയെ കയ്യിലെടുക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഈ നല്ല ദിവസം ഈ കുടുംബത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല പ്രചോദനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഞങ്ങളിൽ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഈ ദമ്പതികൾ ചെയ്തതുപോലെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ചെറിയ ഒരു പ്രചോദനം നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ തീപിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ഷെക്കന ടെലിവിഷനും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുടുംബങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കപ്പെടട്ടെ. നന്ദി.